ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുകയും വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇന്നത്തെ വിഷയം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഈ 2024 പുതുവർഷത്തിൽ വന്ന് ചേരാവുന്ന ശുഭകരവും അശുഭകരങ്ങളുമായ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് വീഡിയോയിൽ വിവരിക്കുന്നത്. 2024 തിരുവോണം ജാതകർക്ക് തൊഴിൽ മണ്ഡലങ്ങളിൽ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. എന്നിരുന്നാലും അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ ജാതകർ മാനസികമായി സന്തോഷം അനുഭവിക്കും. കൂടാതെ ഔദ്യോഗികപരമായി നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായി ധനം വന്നു ചേരുമെങ്കിലും അതിനേക്കാൾ കൂടുതലായി പണച്ചിലവ് ഉണ്ടാകുവാനുള്ള അവസ്ഥയും സംജാതമാകും. തൊഴിൽ അന്വേഷകർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ ഏതൊരാളോടും ഉറപ്പ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ശരിക്ക് പറഞ്ഞ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണോ എന്നത് സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഒരു രീതിയിലും ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ചേർന്ന ഒരു കാലമല്ല എന്നതുകൂടി അറിഞ്ഞിരിക്കുക. ഒരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ബിസിനസ് പരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. ജാതകരുടേതായ മികവ് പുലർത്തുകയും ചെയ്യുന്നതാണ്. ആലോചിക്കാതെയുള്ള ധനവ്യയം അല്ലെങ്കിൽ പണ ചിലവഴിക്കുന്ന വഴി ചില സമയങ്ങളിൽ സാമ്പത്തികമായ വിഷമങ്ങൾ നേരിടേണ്ടതായും വരാം. തൊഴിൽ സ്ഥാപനത്തിലെ മേലധികാരികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായി യാത്രകൾ വേണ്ടി വരുന്നൊരു സമയമാണ്. ഈ സമയത്ത് ആരോഗ്യപരമായ കുറച്ച് വിഷമതകൾ ഉണ്ടായെന്ന് വരാം. യാത്രാ സംബന്ധമായും അല്ലാതെയും കുറച്ച് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരും. എന്നാൽ ഔഷധ സേവ നടത്തുന്നവർക്ക്, സ്ഥിരമായി ഒരു രോഗത്തിന് വേണ്ടിയിട്ടോ ആ രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടോ ഔഷധ സേവ നടത്തുന്നവർക്ക് രോഗദുരിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ രോഗദുരിതത്തിൽ വിഷമിക്കുന്നവർക്കും ആശ്വാസം നൽകുന്ന ചില സൂചനകളും ഈ സമയത്തുണ്ടാവാം. രോഗശമനം വന്നു ചേരും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. തടസ്സമായി കിടക്കുന്ന ഭൂമി സംബന്ധമായ വിൽപ്പന കാര്യങ്ങളെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ്. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായി വരുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു തൊഴിൽ മണ്ഡലത്തിൻ്റെ ശാഖയുമായി പ്രവർത്തിക്കുന്നവർക്ക് ഏജൻസി എന്ന് പറയാം, ഏജൻസികൾ എടുത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രവർത്തനങ്ങളിൽ നല്ല ലാഭം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത്. സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം ഉണ്ടാകുന്നതായിരിക്കും. സന്താനങ്ങൾ പഠനകാര്യങ്ങളിൽ വിജയിക്കുകയും കായിക രംഗങ്ങളിൽ മികവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്.
വിവാഹാദി കാര്യങ്ങളുമായ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ അനുകൂലമായ മറുപടികൾ പ്രതീക്ഷിക്കാം. കൂടാതെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമമായ ബന്ധങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് തിരുവോണം നക്ഷത്ര ജാതകർ ശിവ പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. ശിവക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാന് ജലധാര കഴിപ്പിക്കുന്നതും ശിവാഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമായ ഒരു കാര്യമാണ്. കൂടാതെ തന്നെ മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമായിരിക്കും. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ പേരുടെയും മെസ്സേജുകൾക്ക് മറുപടി തരുന്നതാണ്. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.